നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ വോട്ട് ചെയ്യുന്നത് പിന്നെ മറ്റുള്ളവരൊക്കെ കാണണോ എന്ന് താലിബാൻ ചോദിക്കോ? ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ പേര് പറയേണ്ടാത്ത കാര്യമില്ലാത്ത അത്ര നിർഗുണനാണോ? അദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കി, സൗകര്യപൂർവ്വം കോൺഗ്രസ് ഒഴിവാക്കി, സൗകര്യപൂർവ്വം CPM ഒഴിവാക്കി. എന്നിട്ട് പറയാണ് പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി. അപ്പോ പേര് നോക്കി സെർച്ച് ചെയ്താൽ പാടാണ്. പിന്നെ ഇവർ ഈ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് ഓരോ ബൂത്ത് തലത്തിലും ഇത് നോക്കി പിടിച്ചു വരുമ്പോഴത്തേക്കും കാലം ഒത്തിരി ആവുമല്ലോ. ഇങ്ങനെയാണോ സുതാര്യമായ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത്? ശ്രീ ജയസൂര്യൻ, നോക്കൂ, ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ബീഹാറിലെ കരട് SIR പ്രസിദ്ധീകരിച്ചത്. കരട് SIR പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള മെഷീൻ റീഡബിൾ PDF ആയിരുന്നു. രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ പ്രസിദ്ധീകരിച്ച ആ കരട് SIR ഉടനെ ഈ ഡിജിറ്റൽ ഫോർമാറ്റിൽ നിന്ന് മാറ്റി നോൺ മെഷീൻ റീഡബിൾ PDF മാറ്റുന്നു. അങ്ങ് വരണ്ടുപോയി. ആദ്യമേ ഡിജിറ്റൽ ആയിരുന്ന കരട് SIR രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അങ്ങനെ അല്ലാതാക്കുകയാണ്. ഇന്ന് ഒരു മാധ്യമ പ്രവർത്തക എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു. ഇലക്ഷൻ കമ്മീഷന് വല്ല മറുപടി ഉണ്ടായിരുന്നു? ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി അത് സ്വകാര്യതയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പണ്ടങ്ങാണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട് അത്രേ. ഒന്ന് നോക്കൂ, സ്വകാര്യതയെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ഓഗസ്റ്റ് 1-ാം തീയതി അപ്ലോഡ് ചെയ്ത സമയത്ത് സ്വകാര്യതയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുന്നത് വരെ ആ സ്വകാര്യതയുടെ പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാമായിരുന്നില്ലേ? ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 14-ാം തീയതി എന്നിട്ട് ഇതേ കരട് SIR മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്വകാര്യതയുടെ പ്രശ്നമില്ലേ? ഒരു തരത്തിലും ജനങ്ങൾക്ക് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ ഒരു ഭരണഘടനാ സ്ഥാപനം വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ശ്രീ ജയസൂര്യൻ, അരിയാഹാരം കഴിക്കുന്നവർക്ക് ദഹിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്, അതായത് ഇപ്പോൾ ഇവിടെ സംസാരിച്ച 2 പേര്, കോൺഗ്രസിന്റെയും CPMന്റെയും പ്രതിനിധികൾ പറഞ്ഞ ഒരു കാര്യം ഈ അരിയാഹാരം കഴിക്കുന്നവരെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയും പിന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയും ചേർന്നാണ് എന്ന് പറയുമ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പൊട്ടനാക്കുന്ന പരിപാടിയല്ലേ? അതായത് ആർക്കും കൃത്യമായിട്ടറിയാം പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കാര്യം കോൺഗ്രസ് പ്രതിനിധിയും മിണ്ടുന്നില്ല, CPM പ്രതിനിധിയും മിണ്ടുന്നില്ല. അതെന്താ? പ്രതിപക്ഷ നേതാവ് അതോ അയാളുടെ പേര് പറയേണ്ട കാര്യമില്ലേ? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ പേര് പറയേണ്ടാത്ത കാര്യമില്ലാത്ത അത്ര നിർഗുണനാണോ? അദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കി, സൗകര്യപൂർവ്വം കോൺഗ്രസ് ഒഴിവാക്കി, സൗകര്യപൂർവ്വം CPM ഒഴിവാക്കി. എന്നിട്ട് പറയാണ് പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി. അപ്പോ അവിടെ അഭിലാഷേ, ഇതുപോലുള്ള വിവരദോഷങ്ങൾ വിളിച്ചു പറയാൻ അനുവദിക്കരുത്. കാരണം ഞാൻ ഇടയ്ക്കിടെ തെറ്റ് കൃത്യമായി ഇലക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്ന ബോഡിയെ കുറിച്ച് കൃത്യമായി ഞാൻ വാക്ക് കേട്ടില്ല. ശരി, അല്ല തന്നെ 2 അനുപാതം 1 ആണല്ലോ അവിടെ രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്ന് പറയാൻ എന്താ ഇത്ര മടി? പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്ന് പറയാൻ എന്താ ഇത്ര മടി? അപ്പോ പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോഴല്ല, അപ്പോൾ പറയാം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയേണ്ടി വന്നത്. അപ്പോ അതിന്റെ കാര്യം എന്താണ്? രാഹുൽ ഗാന്ധിക്ക് അപ്പോ വേണമെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷനെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് പറയാമല്ലോ, അന്ന് എതിർക്കാമല്ലോ, അന്ന് പത്രസമ്മേളനം വിളിക്കാമല്ലോ, അന്നൊന്നും പരാതിയില്ല. പിന്നെ പരാതി ഇപ്പോ വരുന്നതിന്റെ കാര്യം എന്താണ്? കർണാടകത്തില് ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ എതിർപ്പ് പറഞ്ഞുകൊണ്ട് രാജിവെച്ച് പോയ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ. കോൺഗ്രസ് മന്ത്രിയാണ് രാജിവെച്ചത്. കാരണം നമ്മൾ ഈ മണ്ടത്തരം പറയരുതെന്ന് അദ്ദേഹമാണ് കോൺഗ്രസിനോട് പറഞ്ഞത്. നമ്മുടെ ഏജന്റുമാരൊക്കെ എവിടെ പോയിരിക്കായിരുന്നു? നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, നമ്മൾ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞത് കോൺഗ്രസ് മന്ത്രിയാണ്. അദ്ദേഹമാണ് രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ ഇത്രയും സുതാര്യമായി കാര്യങ്ങൾ ഈ രാജ്യത്തിന് മുമ്പിൽ നടക്കുമ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. ജോർജ് സോറോസിന്റെ തിരക്കഥ അവിടെയാണ് എന്റെ ചോദ്യം. സോറോസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളെയും അട്ടിമറിക്കുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് ഡിജിറ്റലായി കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള ബുദ്ധിമുട്ട് എന്താണ്? ഡിജിറ്റലായി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക തന്നെ, ഡിജിറ്റലായി പ്രസിദ്ധീകരിച്ച കരട് SIR തന്നെ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചപ്പോൾ പണി പാളുമെന്ന് കണ്ട് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ബോധോദയം ഉണ്ടായി നോൺ മെഷീൻ റീഡബിൾ PDF ആക്കി മാറ്റിയത് എന്തുകൊണ്ടാണ്? അത് പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചല്ലോ. അപ്പോ പേര് നോക്കി സെർച്ച് ചെയ്താൽ പാടാണ്. പിന്നെ ഇവർ ഈ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് ഓരോ ബൂത്ത് തലത്തിലും ഇത് നോക്കി പിടിച്ചു വരുമ്പോഴത്തേക്കും കാലം ഒത്തിരി ആവുമല്ലോ.
ഇങ്ങനെയാണോ സുതാര്യമായ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടതെന്നുള്ള മൗലികമായ ചോദ്യമാണ്. CCTV ദൃശ്യങ്ങൾ ആർക്കും പരിശോധനയ്ക്ക് കൊടുക്കാതെ എന്തിനാണ് നശിപ്പിച്ച് കളയുന്നത് എന്നുള്ളതിന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന സമാധാനം എന്താണെന്ന് അറിയോ? ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുകയാണ്, നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ വോട്ട് ചെയ്യുന്നത് പിന്നെ മറ്റുള്ളവരൊക്കെ കാണണോ എന്ന് താലിബാൻ ചോദിക്കുമോ? ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഡിജിറ്റലായി പ്രസിദ്ധീകരിച്ചാൽ അതിൽ സ്വകാര്യതയുടെ പ്രശ്നം, അതേ ഡാറ്റ പ്രിന്റ് ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ സ്വകാര്യതയുടെ പ്രശ്നമില്ല. ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ബോധ്യമാവാത്ത വിധത്തിലുള്ള ന്യായങ്ങൾ, അമ്പരപ്പിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരുന്ന് പറയുക, അതും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇരുന്ന് പറയുക എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒളിക്കാൻ ഒരുപാടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കാര്യവും പറയാനോ വിശദീകരിക്കാനോ കഴിയാതെ വെള്ളം കുടിക്കുകയാണ് എന്ന് സാമാന്യമായി മനസ്സിലാക്കേണ്ടി വരുമല്ലോ. ഇല്ല, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടി വരിക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കോടതിയുടെ നിർദ്ദേശപ്രകാരമായതുകൊണ്ട്, കോടതിയുടെ നിരോധനമുള്ളത് കൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ദുർവ്യാഖ്യാനം ചമയ്ക്കുന്നത്? അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് ഇതുകൊണ്ട് എന്നൊക്കെ അല്ല, വളരെ സുതാര്യമായ രീതിയിൽ വളരെ കൃത്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ഇവിടെ അദ്ദേഹം കമൽനാഥ് വേഴ്സസ് CCI എന്ന അപ്പൊ ആ മറുപടിയിൽ അവർ പറഞ്ഞു 5-8 വർഷം മുമ്പുള്ള ഒരു കേസ് കോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് തൊട്ട് മുമ്പുള്ള ദിവസത്തെ കേസ് അദ്ദേഹം കോട്ട് ചെയ്യുന്നില്ല. ഞാൻ വാർത്ത വായിക്കാം. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻ ഇറ്റ്സ് August 14, 2025 ruling regarding Bihar Special Intensive Revision SIR of the electoral rolls directed the Election Commission of India to make machine readable electoral rolls available and ensure that voters list on its website are searchable by epic number. അതായത് 3 ദിവസം മുമ്പ് സുപ്രീം കോടതി ഇതേ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞതാണ്, നിങ്ങളുടെ SIR ഇലക്ടറൽ റോൾസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മെഷീൻ റീഡബിൾ ഇലക്ടറൽ റോൾസ് ആക്കണം, ഡിജിറ്റൽ ആക്കണം, എപ്പിക് നമ്പർ സെർച്ച് ചെയ്താൽ ആളെ കിട്ടുന്ന വിധത്തിൽ ആക്കണം എന്ന് പറഞ്ഞ സുപ്രീം കോടതി നിർദ്ദേശം അവിടെ ഇരിക്കുകയാണ്. പണ്ടത്തെങ്ങാണ്ട് ഒരു സുപ്രീം കോടതി വിധിയൊക്കെ ഉദ്ധരിച്ച് കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെറുതെ നിങ്ങളുടെ സ്വകാര്യത കളയുന്ന ഏർപ്പാടിനൊന്നും ഞങ്ങളില്ല എന്ന് പറയുന്നത് അതാണ്. ന്യായീകരിക്കാൻ ഏതറ്റവും വരെയും പോകുന്ന ഈ ദയനീയമായ അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനം പോകുന്നതാണ് ജനങ്ങളെ അമ്പരപ്പിക്കുന്നത്. ശ്രീ ജയസൂര്യൻ, അങ്ങനെ ജനങ്ങളെ അമ്പരപ്പിക്കുന്നതായിട്ടുള്ള വ്യാഖ്യാനം വേണ്ട എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന അധികാരം അല്ലെങ്കിൽ ഭരണഘടനാപരമായ സ്ഥാപനം, ആ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അതിൻ്റെ മുകളിൽ കോടതിയുണ്ട്. അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അവർക്ക് പ്രവർത്തിക്കാനും സാധിക്കില്ല. ആ വസ്തുതകളാണ് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ടും വിശദീകരിച്ചത്. അപ്പോൾ നിലവിലിരിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും കോടതിയുടെ നിർദ്ദേശപ്രകാരവും അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അതനുസരിച്ചെല്ലാം മറുപടി പറയാനിരിക്കുന്ന ഒരു സ്ഥാപനമല്ല ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷനെ അങ്ങനെ പേടിപ്പിക്കാനും വരട്ടാനും നോക്കണ്ട എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്തു. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും റൂളുകളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് തന്നെ വേണം പ്രവർത്തിക്കാൻ. കാരണം അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ആ തരത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ചോദിച്ചല്ലോ. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 5-6 അവസരങ്ങൾ ഉള്ളപ്പോഴൊക്കെ മിണ്ടാതിരിക്കുകയും അപ്പോൾ പരാതി ഇല്ലാതിരിക്കുകയും എന്നിട്ട് ഈ കാലഘട്ടം എല്ലാം കഴിഞ്ഞിട്ട് കേവലം ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ യഥാർത്ഥ മൂല്യത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അവിടെയാണല്ലോ സുതാര്യതയുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് വോട്ടേഴ്സ് ലിസ്റ്റ് എങ്കിൽ അനായാസം ഈ പറയുന്ന പകുതി എഫേർട്ട് ഇല്ലാതെ അനായാസം കുറഞ്ഞ സമയത്തിനുള്ളിൽ വോട്ടർ പട്ടികയിൽ അനോമലികൾ ഉണ്ടോ, മൾട്ടിപ്പിൾ എൻട്രീസ് ഉണ്ടോ, ഒരേ എപ്പിക് നമ്പറിൽ പല വോട്ടുകൾ ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതൊക്കെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഇതിനെ ഡിജിറ്റലൈസ് ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. ഡിജിറ്റലൈസ് ചെയ്ത് ഡിജിറ്റൽ മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ പ്രസന്റ് ചെയ്ത ഡാറ്റ പെട്ടെന്നൊരു നിമിഷം പേടിച്ച് അത് റിവേഴ്സ് ചെയ്ത് നോൺ മെഷീൻ റീഡബിൾ ആക്കാൻ മാത്രമുള്ള കുരുട്ടുബുദ്ധിയൊക്കെ ഇലക്ഷൻ കമ്മീഷന് തോന്നണമെങ്കിൽ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത്രയും പറഞ്ഞാൽ മതി അങ്ങ്. അല്ല, അതൊരു കുരുട്ടുബുദ്ധിയുമല്ല, പേടിയുമല്ല, യാതൊരു വസ്തുതയുമല്ല. ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് അത് പറയുകയുണ്ടായി. അത് നിലവിലിരിക്കുന്ന നിയമത്തിനും കോടതിയുടെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് എന്ന് വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ ഓഗസ്റ്റ് 1-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഡ്രാഫ്റ്റ് SIR പ്രസിദ്ധീകരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണോ നിലവിലുള്ള നിയമം അങ്ങനെയാണെന്ന് തോന്നിയത് ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക്? അതുവരെ അറിയില്ലായിരുന്നോ? ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഓഗസ്റ്റ് 1-ാം തീയതി അപ്ലോഡ് ചെയ്ത പ്രസിദ്ധീകരിച്ച പട്ടിക മെഷീൻ റീഡബിൾ ഡിജിറ്റൽ ഫോർമാറ്റിലായിരുന്നു, മെഷീൻ റീഡബിൾ PDF ഫോർമാറ്റിലായിരുന്നു. അതാണ് പിന്നീട് മാറ്റിയത്. പെട്ടെന്ന് മാറ്റാണ്, പെട്ടെന്ന്. അതാ ഞാൻ പറഞ്ഞ പേടിച്ചു പോയോ ചോദിച്ചത് നേരത്തെ. അല്ല, അത് പേടിച്ചു പോയതല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൃത്യമായി പറഞ്ഞല്ലോ. ഈ രാജ്യത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന
ആരോപണങ്ങളുടെ അതേ പാറ്റേണിലാണ് ഇതും വരുന്നത്. ഇപ്പോൾ ഈ നിമിഷം വരെ നോക്കിയാൽ യഥാർത്ഥത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴികെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും BJP ആണ്, RSS ആണെന്ന് പറയുന്ന വ്യാജ നറേറ്റീവാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് BJP ആണ്, RSS ആണ്, കോടതി BJP ആണ്, RSS ആണ്, ഇലക്ഷൻ കമ്മീഷൻ BJP ആണ്, RSS ആണ്, അങ്ങനെ എല്ലാം CBI എല്ലാം BJP ആണ്, RSS ആണെന്ന് പറയുന്ന നറേറ്റീവ് ഉണ്ടല്ലോ, രാജ്യത്തെ അട്ടിമറിക്കാനുള്ള ഡീപ് സ്റ്റേറ്റ് തന്ത്രമാണ്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ഉപയോഗിച്ചത്, ഇത് തന്നെയാണ് പല രാജ്യങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ തന്ത്രമാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണ് BJP ആരോപിക്കുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള അടിസ്ഥാനപരമായ വസ്തുതകൾക്ക് ശേഷമാണല്ലോ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിലേക്ക് പോവേണ്ടത്.